22 പേർക്ക് ജീവൻ നഷ്ടമായ മലപ്പുറം താനൂർ ബോട്ട് ദുരന്തത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തി. മീൻപിടുത്ത ബോട്ടിന് ടൂറിസ്റ്റ് ബോട്ടായി അനുമതി നൽകിയതിൽ മുൻ മന്ത്രിമാരുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് പ്രധാന ആവശ്യം. യൂത്ത് ലീഗ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടാണ് ആവശ്യം ഉന്നയിച്ചത്. 24 എക്സ്ക്ലൂസീവ്. 2023 മെയ് 7-നാണ് 22 പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ടപകടം. അപകടമുണ്ടാക്കിയ ബോട്ടിന് ലൈസൻസ് നൽകിയതിൽ മുൻ മന്ത്രിമാരുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യം. മീൻപിടുത്ത ബോട്ടിന് ടൂറിസം ബോട്ടായി ലൈസൻസ് നൽകിയതിൽ മുൻ മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലിനും വി അബ്ദുറഹ്മാനും പങ്കുണ്ടെന്നാണ് യൂത്ത് ലീഗ് പരാതി. അറ്റ്ലാന്റിക് എന്ന് പറയുന്ന ബോട്ടിന് ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട് ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനോ പോലീസോ മറ്റു അന്വേഷണ ഏജൻസികളാരും ആരാണ് ഈ ബോട്ടിന് ലൈസൻസ് നൽകാൻ നിർദ്ദേശിച്ചത് എന്ന കാര്യം അന്വേഷിച്ചിട്ടില്ല. ഒരു ഫിഷിംഗ് ബോട്ട് എന്ത് ചട്ടങ്ങൾ മറികടന്ന് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്, ഏത് പൊളിറ്റിക്കൽ ഇന്റർവെൻഷന്റെ ഭാഗമായിട്ടാണ് ഈ മരിച്ച 22 പേര്, അതിൽ 15 പേര് പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവർക്ക് അർഹമായ നീതി ലഭ്യമാക്കാൻ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേതൃത്വം നൽകുന്ന UDF ഗവൺമെന്റിന് കഴിയണം. താനൂർ MLA PK നവാസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട സംഘം കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് നിവേദനം നൽകി. അന്ന് അപകടത്തിൽപ്പെട്ട കുടുംബങ്ങളിൽ പലർക്കും ചികിത്സാ സഹായം ലഭിച്ചില്ലെന്ന പരാതിയും ഉയർന്നിരുന്നു. നിഖിൽ പ്രമേഷ്, 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.